ദിലീപ് രാജ് വന്നിട്ടുണ്ട് സാർ. ഒരു 2 മാസത്തോളം ആയി. തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല, ക്യാൻസർ അടിച്ച് വന്നതാണ്. ക്യാൻസർ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഇവിടെ നാട്ടിലെ നോക്കണം. അവിടെ എന്താ ഫുള്ളായിട്ട് ജോലി ഉപേക്ഷിച്ചാണോ? അല്ല, ഇങ്ങനെ പ്രശ്നം നിൽക്കണ കാരണം വേണ്ടാച്ച് വന്നതാണ്. കേസിന്റെ അങ്ങനെ വന്നാണ്. എങ്ങനത്തെ പരാതിയാ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ വനിതാ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ചെലവിന്റെ പൈസ ആണ് അതിന്റെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇരിഞ്ഞാലൊക്കെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പീഡനം അങ്ങനെ കേസ് എന്നിട്ട് FIR ആയിരുന്നു പറഞ്ഞു. അത് കോടതിക്ക് ഫോർവേഡ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ അതിനാണോ ഈ ജാമ്യം എടുത്തിരിക്കുന്നത്? അതിനാ ജാമ്യം എടുത്തിരിക്കുന്നത്. ദിലീപ് ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചത്. പക്ഷെ ഒട്ടും സമാധാനമില്ലാത്തൊരു ജീവിതമാണ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മള് രണ്ടുപേരെ ഇഷ്ടപ്പെട്ടാണ് അങ്ങനെ കല്യാണം കഴിച്ചത്. അല്ല, ദിലീപിന്റെ അച്ഛന് ഇഷ്ടമായിരുന്നു, അമ്മയ്ക്കും ബാക്കിയാർക്കും ഒന്നും താല്പര്യം ഉണ്ടായില്ല. എന്റെ അച്ഛനും അമ്മയാണ് പോയി നോക്കിയിട്ട് നിശ്ചയിച്ച് എല്ലാം ഉറപ്പിച്ചിരിക്കണത്. അമ്മയുടെ ഒറ്റ നിർബന്ധമാണ് എടുത്തിരിക്കണത്. രണ്ടുപേരെ പൂർണ്ണ സമ്മതത്തോടെ എടുത്തിരിക്കണത്. നമ്മ അറിയണ ഒരു ഫാമിലി ആയ എടുക്കാൻ കാരണം. അപ്പൊ ദിലീപിനും താല്പര്യം തന്നെ? എനിക്ക് താല്പര്യമാണ്. ഞാൻ ഫോട്ടോ കണ്ടത് ഫസ്റ്റ്. ഫോട്ടോ കണ്ട് ഇവരിങ്ങനെ വീരം പറഞ്ഞു, നല്ല കുട്ടിയാണ്, യോജിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അന്ന് ആലോചിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇവർ ഗൾഫിലേക്ക് ആളെ വിട്ടിട്ട് എന്നെ അന്വേഷിച്ച് എന്നെ നോക്കി ഇഷ്ടപ്പെട്ട് ആള് പറഞ്ഞിട്ടത് ഞാൻ ഓക്കെ പറയണേ എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്ന് താമസം തുടങ്ങിയതിന് ശേഷം മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മാനസികമായിട്ട് ഇങ്ങനെ ഒരു ടെൻഷനോ അങ്ങനെ കാര്യങ്ങളും നമുക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് എന്തെങ്കിലും പരാതി പറഞ്ഞു? ഇല്ല, അങ്ങനെ പരാതി ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഒന്നിനെ കുറിച്ച്? ഒരിക്കലും ഒരു വിഷമങ്ങളും പറഞ്ഞിട്ടില്ല. അല്ല, ദിലീപ് ഉള്ളപ്പം അവര് അങ്ങനൊന്നും പെരുമാറാറില്ല. ദിലീപ് ഇല്ലാത്ത സമയത്ത് വളരെ അമ്മയുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു ഇല്ല, എന്റെ അമ്മയുടെ ഭാഗത്ത് എന്റെ അമ്മ ഇഷ്ടപ്പെട്ട് കല്യാണം ചെയ്യണമെന്ന് ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കില്ല. ദിലീപ് ഇവരെന്തിനാണ് ചെലവിന് കൊടുക്കാൻ വേണ്ടി കേസ്? ദിലീപ് ചെലവിനൊന്നും കൊടുക്കാറില്ലേ? ഞാൻ ആ വീട്ടിൽ ചെലവ് നടത്തിയിരുന്നത്, എന്റെ വീട്ടിലത്തെ ചെലവ് ഞാൻ നടത്തിയിരുന്നത്. ചെലവിന് കൊടുക്കാനാണ് ഇപ്പൊ ഞാൻ പറഞ്ഞേക്കാണ്ടാണ് ലാസ്റ്റ് ഇറങ്ങിപ്പോയത് വീട്ടിൽ നിന്ന്. ഇപ്പൊ 1 കൊല്ലം ഉപ്പാട്. അതിന് ഉപ്പാട് ഞാൻ എന്തായാലും പ്രശ്നമൊക്കെ ആയില്ല, വനിതാ സെല്ലും കേസ് എല്ലാം കേസ്. അപ്പോൾ എന്തായാലും അവസാനിച്ച് വീട്ടിലേക്ക് പോകണമെന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് മാസം പൈസ ഇട്ട് കൊടുക്കാൻ ചിലവിന്. കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസം അങ്ങനെ നിൽക്കട്ടെ, അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് ഉപ്പാട് ഇവർ ഇറങ്ങിപ്പോയി. വെള്ളം ഉമ്മയും ആങ്ങളെയും വേറൊരാൾ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോയി, നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ പോണ്ടാതിന് കേൾക്കാണ്ട് പോയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കൊടുക്കില്ല, ഉറപ്പിച്ചു പറഞ്ഞു. എൻ്റെ വാക്ക് കേട്ടാണ്ട് കുഞ്ഞുങ്ങള് ഇവരല്ലേ നിർബന്ധമായി? കുട്ടികൾക്ക് അതിലൊരു റോളില്ലല്ലോ. അല്ല, കുട്ടികളെ ദിലീപിന്റെ തന്നെയല്ലേ 2 ശരിയാണ്. അതും വളരെ കൊച്ചു കുഞ്ഞുങ്ങളെ, 2 പേരും ഒക്കത്തെടുക്കേണ്ട പ്രായമാണ്. അപ്പൊ അവരെ കുറിച്ച് ദീപിന് ഒരു വിഷമം തോന്നിയിട്ടില്ല? ഇല്ല, വിഷമം തോന്നിയിട്ടുണ്ട്. എന്റെ പെണ്ണിങ്ങനെ ആയാണ്ട് എപ്പോഴും എന്തായാലും 2 നേരം ഉറപ്പായിട്ട് ദിലീപ് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ കുഞ്ഞുങ്ങൾ എന്തെന്ന് ദിലീപ് ആലോചിക്കാറില്ല? ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്റെ മോളിലേക്ക് കൊടുക്കാൻ എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അല്ല ദിലീപ്, ഇത് ആ കുട്ടിയുടെ മാനസിക വിഷമം എന്ന് പറയുന്നത് അമ്മയ്ക്കും ദിലീപിനും ആർക്കും, എന്നുവെച്ചാൽ ദിലീപിന്റെ അച്ഛൻ ഒഴിച്ച് ബാക്കി ആ കുടുംബത്തിൽ ആർക്കും ഈ കുട്ടിയെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആഹാരം പോലും വളരെ ബുദ്ധിമുട്ടിയാണ്. എല്ലാരും കഴിച്ചതിന് ശേഷമാണ് ആഹാരം പോലും കഴിക്കേണ്ടി. ഇല്ല, അങ്ങനെ ഒരു സംഭവം എന്റെ അമ്മയും എന്റെ ഭാര്യയും മിച്ചൊന്നും ഭക്ഷണം കഴിക്കാറ്. എന്താ മേഡം, മിക്കവാറും ദിവസങ്ങളിലും എനിക്ക് ഈ ഒരു ദിവസം പോലെ അമ്മയും ഞാനുമായിട്ട് കഴിച്ചില്ല. കഴിച്ചത് ഇളയശ്ശിയുടെ കല്യാണം കഴിഞ്ഞ് ആ ഇളയശ്ശി ഞാൻ കഴിക്കുന്ന അറിയണ്ടല്ലോ എന്ന് വന്നിട്ട് അവരെല്ലാവരും കൂടി ഇരുത്തി കഴിച്ചു. എനിക്ക് കഴിക്കാൻ ദിലീപിനെ ഞങ്ങളോട് ഇപ്പൊ റഷീദ ഒരു ഇത്രയും സമയം വാചാലമായിട്ടാണ് ദിലീപിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും പറഞ്ഞത്. ദിലീപിന് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭാര്യ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമായിട്ടുള്ള കല്യാണം കഴിച്ചത്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഇനി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അല്ലാണ്ട് അതാണ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഞാൻ സ്വീകരിക്കാണ്ടിരിക്കുന്നത്. ഇവരെല്ലാം എത്ര പ്രശ്നം ഉണ്ടാക്കി, നമ്മ കോംപ്രമൈസിന് ശ്രമിച്ചു. അപ്പൊ എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. റഷീദെ, അതിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞ് ഞങ്ങൾ കേട്ടു. റഷീദയ്ക്ക് ദിലീപിനോടൊപ്പം താമസിക്കുന്നതിന് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ സാർ, ആ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല, മാറി താമസിക്കണം. എന്തോ പറയുന്നു? അതെന്തായാലും മാറി താമസിക്കാൻ പറ്റില്ല. മാറി താമസിക്കാൻ പറ്റില്ല.
അതെന്തുകൊണ്ട്? എന്റെ അച്ഛനമ്മയും വയസ്സായിട്ടല്ലേ. അച്ഛനും അമ്മയും വയസ്സായി. അല്ല, അച്ഛനും അമ്മയും വയസ്സായി, അവർക്കൊരു ഇത് വേണം. അപ്പൊ ദിലീപ് മാത്രമാണോ? ഒരു മകൻ അല്ലല്ലോ. എന്റെ അനിയൻ ഗൾഫിലാണ്. എന്റെ അനിയൻ ഇവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അല്ല പിന്നെ ദിലീപ്, അവര് മാനസികമായിട്ട് വളരെ സാമ്പത്തികമായിട്ട് താഴേക്കുള്ള അവസ്ഥയിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നു. അന്ന് മുതൽ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി പറയുന്ന കേട്ടിട്ട് അത് വന്നതിന്റെ അന്ന് മുതൽ തുടങ്ങിയതാണ് മാനസികമായിട്ടുള്ള പീഡനം എന്നാ പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഒരു വീട്ടിലൊരു. അല്ല, ഞങ്ങളതാ ചോദിച്ചത്, എന്തുകൊണ്ട് ഇത്രയും പേരും താല്പര്യപ്പെട്ട് നിശ്ചയം നടത്തിയ ഒരു കല്യാണത്തിനകത്ത് സ്ത്രീധനം കുറവായി പോയി ഏതോ ഒരു എസ്ഐയുടെ മകളെ കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു, അത് നടക്കാതെ പോയതിന്റെ ആലോചന പല സ്ഥലത്തു നിന്ന് വരാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടല്ല നമ്മ കല്യാണം കഴിക്കാം, അല്ലെ എസ്ഐയുടെ മകളാണോ ഇവരാണോ എന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം വാപ്പുണ്ടായിരുന്നില്ല ഇവർക്ക്. ആ ഒരു ഇതിനാണ് നമ്മൾ എടുക്കാൻ കാരണം അവിടെ നിന്ന്. പക്ഷെ ഈ അമ്മ ഇത്രയും വളരെ മാനസികമായിട്ട് അവർ ആ കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു എന്നുള്ള വിവരം റഷീദ് പറഞ്ഞിട്ടുണ്ട് മേഡം. ഇവർ ലീവ് കഴിഞ്ഞ് പോണതിന്റെ മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അമ്മ ഇങ്ങനെ ഭക്ഷണം വിളമ്പി തരികയാണ്, നിങ്ങൾ ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് അമ്മൻ്റെ അടുത്ത് പറയണം. ഇവർ രണ്ടുപേരും കൂടി ടാങ്ക് കഴുകാൻ മേലെ പോയി വരുമ്പോഴാണ് എന്നോട് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ ടാങ്ക് കഴുകാൻ പോകുമ്പോൾ അമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയൊന്നും നിന്നെ അങ്ങനെ കാണിക്കില്ല, അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഗൾഫിലേക്ക് പോണ് എന്ന് വരെ ഇവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശരി, അമ്മ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഇനി കുഴപ്പം, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ ഇവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ടാങ്ക് കഴിയുന്ന പണി ഇല്ല എൻ്റെ വീട്ടിൽ. വാട്ടർ ടാങ്ക് വാഷ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല, വാഷ് ചെയ്യുന്ന പരിപാടി ഇല്ല, കിച്ചണിലെ സഹായിക്കുന്ന പരിപാടിയും ഇല്ല. പക്ഷെ നമുക്കൊരു കാര്യം നോക്കാം, കാരണം നമ്മള് ആ കുട്ടി പല സ്ഥലങ്ങളിലും വനിതാ കമ്മീഷനിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി, ഒരു വളരെ യാഥാസ്ഥ്യ കുടുംബത്തിലുള്ള ഒരു മുസ്ലിം കുട്ടി അത് പോലീസ് സ്റ്റേഷനിൽ പോയി എൻ്റെ പിന്നെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് പീഡനം എന്ന് പറയണമെങ്കിൽ ഒരു എക്സ്ട്രീം വേണ്ടേ, അല്ലേ? പെട്ടെന്ന് ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായി അല്ലെങ്കിൽ അമ്മായിയമ്മ ഒന്ന് ചീത്ത പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു പെണ്ണും പോവില്ല. അതിന്റെ വിദ്യാഭ്യാസത്തിനും അത് വളർന്ന രീതിക്കും അത്രയും അത് പോണോന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണം ഉണ്ടാവില്ലേ? കാരണം ദിലീപ് പുറത്തൊക്കെ ജോലി ചെയ്ത് നല്ല അനുഭവം ഉള്ളൊരു മനുഷ്യൻ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിനെക്കുറിച്ച് ദിലീപ് ആലോചിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്റെ ഭാര്യനെ ഞാൻ 2 പ്രാവശ്യം 3 പ്രാവശ്യം വിളിക്കാറുണ്ട് ഗൾഫിൽ നിന്ന്. എപ്പോൾ ഞാൻ സ്കൈപ്പ് വഴിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ സ്കൈപ്പ് എടുത്തിരിക്കുന്നത്, നെറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാൻ കാരണം. അല്ല, അവർക്ക് ആദ്യം ഒരു മൊബൈൽ ദിലീപ് വാങ്ങിച്ചു കൊടുത്തിരുന്നു, നാട്ടിൽ പോയപ്പോ ഒരു ഫോൺ കൊടുത്തിരുന്നു, പിന്നെ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ഫോൺ അമ്മയെ കൊണ്ട് വാങ്ങിച്ചു വെപ്പിച്ചു. അല്ല, അമ്മയെ കൊണ്ട് വാങ്ങി വെപ്പിച്ചതല്ല, ഞാൻ ഫോൺ കൊടുത്തത് സംഭവം ശരിയാണ്, ഇല്ല എന്ന് പറയണില്ല. ഒരു ദിവസം ഞാൻ എപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും, ചില ദിവസം ഡ്യൂട്ടിക്ക് നേരത്തേക്ക്. അപ്പം നേരത്തെ 4 മണിക്ക് അടിക്കുന്നതിന് നേരത്തെ കിടക്കും. അതിന് പടൽ വിളിച്ചിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. അത് ഞാൻ വിളിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ തിരിച്ചു വിളിക്കുന്നത് തന്നെ. ഞാൻ അങ്ങനെ ഫോണിൽ സംസാരിച്ചു, മോശമായിട്ടൊക്കെ പറഞ്ഞെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഞാൻ വിളിച്ചിട്ടില്ല ഇപ്പോൾ, ഞാൻ ഉറങ്ങുന്ന ടൈമാണ്, 4 മണിക്ക് എണീക്കണം. ആ ടൈമിൽ ഞാൻ ആരെങ്കിലും വിളിക്കും. 2 പ്രാവശ്യം വിളിച്ചിട്ട് വിശ്വസിച്ചില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല, ടെൻഷൻ കൊണ്ട് ഞാൻ ചൂടാൻ നൽകി. പിറ്റേ ദിവസം കാലത്ത് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ വാപ്പനെ വിളിച്ചു, ഇങ്ങനെ എനിക്ക് പ്രശ്നം നടന്നിട്ടുണ്ട്, വാപ്പനെ ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞു. അതാണ് ഫോൺ വാങ്ങാൻ കാരണം, അല്ലാണ്ട് വേറെ വിളിച്ചതാണ് എന്നാണ് ഞാൻ പറയാൻ കാരണം എന്നില്ലേ, ചിലപ്പോൾ റോങ് നമ്പർ വരാം, നെറ്റ് എന്ന് വിളിക്കണത്. പക്ഷെ ഭർത്താവിന്റെ ശബ്ദവും സംസാരവും ഒക്കെ തിരിച്ചറിയാതെ ഒരു പെണ്ണിന്. മേഡം, അത് പറയുന്നത് ഇവര് തന്നെയാ ഫോണ് വിളിച്ചതും ആ സംസാരം എനിക്ക് പുറത്ത് പറയണമെങ്കിൽ ഞാൻ ഒരാളോട് പറയാം. അതായത് ഇവർ സംസാരിച്ച കാര്യങ്ങൾ എനിക്ക് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വെളിപ്പെടുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നവരോട് ബെഡ്റൂം കാര്യങ്ങളെ വിളിച്ച് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് അത് സാധിച്ചു കൊടുക്കാത്ത ദേഷ്യമാണ് എൻ്റെ അടുത്ത് ഫോൺ വാങ്ങി വെച്ചത്, നിന്നെ കെട്ടിയത് വരെ മോശമാണെന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് പോലും എനിക്ക് സാമർത്ഥ്യം ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഒരു പെണ്ണായി ജീവിക്കുന്ന, ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പോലും താൻ എന്തിനാ ഒരു പെണ്ണായി ജീവിക്കുന്നതെന്ന് വരെ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ദേഷ്യത്തിനാ ഇവർ എന്നെ ആരോ വിളിച്ചു എന്നാക്കിയത്, ഇവര് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇല്ല, അതൊരു ഇഷ്യൂ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഭർത്താവ് താല്പര്യമുള്ള രീതി ജീവിക്കുന്നു, ആ കാര്യങ്ങൾ അവരുടെ വളരെ രഹസ്യമായിട്ടുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിന് പരാതിപ്പെടേണ്ട കാര്യമില്ല. നമുക്കിപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യം വേറെ, മറ്റുള്ള സംഗതികളെ കുറിച്ച് നമ്മൾ അത് പറഞ്ഞ് വഷളാവാതിരിക്കുക നല്ലത്. പക്ഷെ ഈ ഉപദ്രവിച്ചിട്ടില്ല, നിങ്ങള് ആ കുഞ്ഞിനെ പെൺകുഞ്ഞാണെന്നും പറഞ്ഞ് അബോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇല്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അബോർട്ട് കഴിഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടല്ല അബോർട്ട് ചെയ്യിപ്പിക്കുക.
കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചാൽ ആർക്കറിയാം. ഇല്ല മാഡം, അബോർട്ട് ചെയ്യാൻ ഇവര് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അവര് മരുന്നിനെ കുറിച്ച് തരുമല്ലോ, ആ റെസീറ്റ് ഞാൻ ഇവരെ കൈ കൊടുത്ത് മരുന്ന് വാങ്ങിക്കാൻ പോകാൻ പറഞ്ഞു. മരുന്ന് വാങ്ങാൻ വരട്ടെ, നമുക്കൊരു ജ്യൂസ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് തൊട്ടടുത്തുള്ള ജ്യൂസ് കടയിൽ പോയി നല്ല സ്നേഹത്തോടെ സംസാരിച്ച്, എന്നിട്ട് അവരെന്നോട് പറയാം നമുക്ക് ഈ കുഞ്ഞ് വേണ്ട, നീ എന്താ പറയണത്, നമുക്ക് ഈ കുഞ്ഞ് വേണ്ടെന്ന്, അതിനെ അങ്ങ് അബോർട്ട് ചെയ്ത് കഴിക്കാം, ഒരു ഗുളികയുടെ ആവശ്യമുള്ളൂ എന്ന് ഇവരെന്നോട് പറഞ്ഞു. 45 ദിവസത്തിനുള്ളിൽ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങ് പോയിക്കോളും, നമുക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കാൻ സമയമുണ്ട്, നമുക്കിപ്പോൾ വീട്ടിലേക്ക് അവിടെ ഒന്ന് വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു മരുന്ന് നമുക്ക് വാങ്ങിക്കേണ്ട, അത് ആലോചിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മരുന്ന് വാങ്ങിക്കണം, എന്തായാലും വാങ്ങിക്കി, അതിപ്പോൾ വിറ്റാമിൻ ഗുളിക മാത്രമല്ല ആദ്യത്തെ മാസം കഴിക്കുകയുള്ളൂ, അത് വാങ്ങിക്കിന്ന് പറഞ്ഞു. അത് വാങ്ങി വീട്ടിൽ പോയതിന് ശേഷമാണ് ഇവർ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പെങ്ങളുടെ അടുത്തും അനിയൻ്റെ അടുത്തും കൂടി ആലോചിച്ചിട്ടാണ് ഇവർ കുറേ ഞാൻ വരുമ്പോൾ സംസാരം നിർത്തും, ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ സംസാരം ഇത് വേണ്ട എന്നുള്ള ഇത് മാത്രം എനിക്ക് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഇവരെന്താ പ്ലാൻ ചെയ്യണമെന്നുള്ളത് മാത്രമേ എനിക്കറിയില്ല. പിന്നെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, എനിക്കിങ്ങനെ വയറ് എരിഞ്ഞുകൊണ്ട് വരിക, എനിക്കെന്തോ ആപത്ത് വരാൻ പോകണമെന്ന് എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടേ ഇരിക്കുക. ഇത് അപ്പം കുറേ ദിവസമായി, അപ്പോഴേക്കും 42 ദിവസമായി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഇതെന്തായാലും വീട്ടിൽ പറഞ്ഞില്ലെങ്കിൽ ഇവരെന്തായാലും ഇതിനെ കളയും, അതെനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫോണ് വെക്കാനും കൂടി ഇടയിൽ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞു കാണിക്കുമ്പോൾ എന്തിനടി നീ ഈ കാര്യം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാ ഹസ്ബൻഡ് എന്നെ അടിക്കുന്നത്. ഇല്ല, അങ്ങനെ ഒരു സംഭവം അടിച്ചിട്ടില്ല, അങ്ങനെ മരട്ടിയിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ ഗർഭിണിയാണെന്ന് വരെ എൻ്റെ അച്ഛനടുത്ത പോലും ഞാൻ വന്നിട്ടില്ല. എപ്പോഴും അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇളയപ്പ ഇവർ പോകണമെന്ന് ഇളയപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളയപ്പൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ പറഞ്ഞത് ഞാൻ ഗർഭിണിയാണ്, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് അസുഖമാണ്, ഡോക്ടറെ കാണണം. അതിൻ്റെ 2 ദിവസം മുന്നേ ഡോക്ടറുടെ ഇവർക്ക് വന്നുള്ളൂ, എന്നിട്ടാണ് ഇതൊക്കെ പറയണത്. ഡോക്ടറെ കൊണ്ട് നോക്കിയില്ല, ഒരു ഉമ്മയാണ് പറഞ്ഞത് ഇതൊക്കെ. എൻ്റെ മകൾക്ക് ചികിത്സിക്കാൻ എനിക്കറിയാം. നിങ്ങളൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് ആണ് ജനിക്കുന്നത് എന്ന് നേരത്തെ ഒരു ജ്യോത്സ്യനെ കൊണ്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ പെൺകുഞ്ഞായി പോയത്. അപ്പോൾ ആദ്യത്തെ ആൺകുട്ടിയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ വരുന്നതിന് മുൻപേ, ഇവിടെ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ച് നീ അബോർട്ട് ചെയ്തിട്ടുണ്ടാകണം, ഇത് 2ാമത്തെ കുട്ടിയായിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പീഡിപ്പിച്ചു. ഇല്ലില്ല, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവര് സത്യം ഒന്നും പറയില്ല മാഡം, അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ വീട്ടിൽ. എന്ത് സംഭവം ഉണ്ടായത്? നിങ്ങൾ തമ്മിൽ അകലാണ്. അതിനുള്ള കാരണം ഇവരുടെ കുടുംബക്കാരാണ്. ഇവരുടെ കുടുംബത്തിൽ നിന്ന് ഫോൺ വന്നു എന്റെ പെണ്ണിന്റെ സ്വഭാവം മാറി. എങ്ങനെ മാറി? ഞാൻ ആള് സ്നേഹമൊക്കെ ഇല്ലാണ്ടായി, സ്നേഹത്തിലുള്ള പെരുമാറ്റം ഇല്ലാണ്ടായി. ഇവർക്ക് എൻ്റെ ഭാര്യയുടെ ലോകം ഇവരുടെ സഹോദരങ്ങളും ഉമ്മയും ഇവരൊക്കെയാണ്. എന്നോട് പൊരുത്തപ്പെടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതിപ്പോ എനിക്ക് ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞതില്. കാരണം ഞാൻ വനിതാ സെല്ല് വെച്ചിട്ട് ഫുൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് വിളിച്ചു പോകുന്നത്. ഞങ്ങളെ ആരോപിച്ചിട്ടില്ല, ഒന്ന് അടിച്ചാൽ വെച്ചിട്ടില്ല. മാഡം പറഞ്ഞു കൊണ്ട് നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു, എല്ലാം സമ്മതിച്ചാണ് നമുക്ക് കൊണ്ട് വന്നിട്ടുള്ളത്. അല്ല, അവർക്ക് അവരുടെ ഉമ്മയും ഇതുമാണ് ലോകം എന്ന് പറയുന്ന പോലെ തന്നെ ആ കുട്ടി പറയുന്നത്. ഭർത്താവിന്റെ അമ്മ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പിന്നെ സഹോദരനും സഹോദരിയും എല്ലാം കൂടെ ചേർന്ന് അവരൊരു കുടുംബമായിട്ട് നിൽക്കുന്നു, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു, തിരിച്ചു പറയും. എന്റെ സഹോദരനെ കല്യാണം ചെയ്തിട്ടുണ്ട്, അത് അവരുടെ വീട്ടിലാ, അത് അവരുടെ കുടുംബം അവരുടെ വീട്ടിലാ, അതായത് നമ്മുടെ വീട്ടിലല്ല. വരെ പോവുക, 2 ദിവസം ഇരിക്കുക വേണമെങ്കിൽ, അതാണ് നമ്മുടെ കണ്ടീഷൻസ്. എൻ്റെ പെങ്ങളോട് ഒന്നും ഇരിക്കാറില്ല, ആ കൂടി ഇരുന്നിട്ടുള്ളത് ഡെലിവറിക്ക് വന്നിട്ടുള്ളതാണ്. നിങ്ങള് പിന്നെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് നിങ്ങൾക്ക് അവിടെ ഗൾഫില് വളരെ മോശപ്പെട്ട ഒരു രീതിയിൽ, അത് എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യയും പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ഉമ്മയും പറഞ്ഞു. ഞാൻ ഉമ്മ കണ്ടുവെന്ന് പറഞ്ഞത്. ആ സ്ത്രീയായിട്ട് ഞാൻ വിളിക്കാറില്ല. എൻ്റെ ഭാര്യ തെറ്റിദ്ധരിക്കുന്നത് ഓക്കെ, ഇത്ര അകലച്ചുള്ള ജീവിതം തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. ഇവിടെ എല്ലാ റൂമിലും ആണുങ്ങളാണ്, ഇവിടെ ഒരു പെണ്ണ് കയറി വരാൻ പറ്റില്ല, അതിനുള്ള സെക്യൂരിറ്റി ഉണ്ട്, കാര്യങ്ങൾ. ലുലുവിൻ്റെ കണ്ടീഷൻ, ഞാൻ ലുലുവിൽ വർക്ക് ചെയ്യണത്, അവിടെ ലുലുവിൻ്റെ കണ്ടീഷൻസൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നും കൂടാണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, എന്നെ നോക്കാൻ ആൾക്കാരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടോ. ലുലു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഗൾഫിൽ ജോലിയുള്ള ആൾക്ക്. അവിടെ ഒരു സ്ത്രീയെ കൊണ്ട് താമസിക്കാനേ പറ്റില്ല, പിന്നെ നീ എങ്ങനെ കാണും? അത് സ്കൈപ്പ് കൂടെ കണ്ടെന്ന് പറയണത്, കൈ വെച്ച് കിടക്കണ കണ്ടു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ദിലീപിനെ സംബന്ധിച്ച് ഇതുവരെ അങ്ങനെ അവരെ ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങളുടെ അമ്മ അവരെ ഉപദ്രവിച്ചിട്ടില്ല, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഇന്നേ വരെ ഒരു
ബുദ്ധിമുട്ടും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ ഇത്രയും കേസും ഇത്രയും പ്രശ്നങ്ങളും ഇവിടം വരെ എത്താൻ എന്റെ അമ്മേനെ കുറിച്ചിട്ട് മോശമായ അഭിപ്രായമാണ് എന്റെ പെണ്ണെടുത്ത് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവര് കുടുംബക്കാര്, അത് യാതൊരു അംശമില്ല. എന്റെ പെണ്ണ് പറഞ്ഞിട്ടുണ്ട് അമ്മ അത്ര നല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ അമ്മ അവരെ വീട്ടുകാർ പറഞ്ഞ മനസ്സിലാക്കി കൊടുത്തുള്ളതാ. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. വീട്ടുകാര് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചെന്ന് സ്റ്റാർട്ടിങ്ങിലാണ്. അല്ല, ഒന്ന് ഭാര്യയും ഒന്ന് അമ്മയുമാണ്. അത് രണ്ട് മോശയോ ഒരാളുടെ ജീവിതം തകർന്നതിന് തുല്യമാണ്. അപ്പൊ അത് നേരെയാക്കി ശ്രമിക്കേണ്ടി. എന്റെ ഭാര്യ വന്നിട്ടുണ്ട്, ആരും പറയരുത് കാര്യം, ചോദിക്കാനും പാടില്ല. നിങ്ങൾ അമ്മയുടെ പോയി ചോദിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ നീങ്ങിയിട്ടുള്ളത്. ഇതിപ്പോ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അമ്മേനെ കുറിച്ച് ഇങ്ങനെ എൻ്റെ ഭാര്യ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഭാര്യ വീട്ടുകാരല്ല, അമ്മയുടെ സ്വന്തം ആൾക്കാർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞത്. നിങ്ങളുടെ അമ്മയുടെ ആൾക്കാർ തന്നെ ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണത് മോശമായിട്ട്. എൻ്റെ അമ്മ കല്യാണത്തിന് ഉപ്പാട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പെണ്ണിൻ്റെ വാപ്പയ്ക്ക് മാനസികമായിട്ട് പ്രോബ്ലം ഉണ്ട്, ലാസ്റ്റ് ഒരു 3 വർഷമാണ് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു, ലാസ്റ്റ് കെട്ടി തൂങ്ങി ചത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ എൻ്റെ മറ്റൊരാൾ പറഞ്ഞ അറിയാണ്ട് മുന്നേ അല്ല അമ്മയും അച്ഛനും പറയേണ്ടത് ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് നിനക്ക് ദോഷമൊന്നുമില്ല, അവരുടെ കുടുംബത്തിൽ പണ്ടെടുക്കേണ്ടത്, ആ കുട്ടിക്ക് അങ്ങനത്തെ അസുഖമൊന്നും വരില്ല. അതും കൂടി കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യോജിച്ച പെൺകുട്ടിയാണ്, നല്ല പെൺകുട്ടിയാണ്, എനിക്കറിയാം അവരെ കുടുംബത്തിനെല്ലാവരും, അതാണ് പണ്ടെടുക്കാൻ കാരണം. അത്രയും കാര്യം എനിക്ക് തെളിവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയൂ, അത് സത്യമാണോ? അതെ, അതായത് എൻ്റെ വാപ്പാക്കും ഇത് മാനസികമായിട്ട് അത്രയ്ക്ക് രോഗം ഉണ്ടായിരുന്നില്ല. ഒരു ബസ് വാങ്ങി, ആ ബസ്സിൽ കടവും ഇതൊക്കെ ആയപ്പോൾ മനസ്സ് വിട്ടതാണ്. അതല്ലാതെ എൻ്റെ പാരമ്പര്യമായിട്ട് വാപ്പാക്ക് ഭ്രാന്തൊന്നും ഇല്ല. ഇവർ പറയുന്ന രീതി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ വാപ്പയുടെ മരണം എന്ന് പറയുന്നത് ഞങ്ങൾ പെരുത്തോളമൊക്കെ എൻ്റെ വാപ്പ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇവർ മെൻ്റലി വാപ്പാടെ കയ്യിൽ നിന്നുണ്ടായ, അതായത് പാരമ്പര്യമായിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ബസ് വാങ്ങി കടം വന്ന് ഞങ്ങൾ അതുപോലെ അറിയില്ല, ഞങ്ങൾക്കൊക്കെ അത് പറഞ്ഞ് കേട്ടറിവേ ഉള്ളൂ. വാപ്പ എങ്ങനെ മരിച്ചു എന്നോ അത് വാപ്പാക്ക് ഉണ്ടായിരുന്നു എന്നോ അത് നമുക്കൊന്നും അറിയില്ല. എൻ്റെ ചേച്ചിക്കൊക്കെ അറിയുള്ളൂ. ഞങ്ങളൊക്കെ 3.5 വയസ്സ് കുട്ടിയായിരുന്നു എൻ്റെ വാപ്പ മരിക്കുമ്പോൾ. വാപ്പാൻ്റെ മുഖം പോലും കണ്ടു പരിചയമില്ല എനിക്ക്. ദിലീപ് രണ്ടാമത്തെ കുട്ടിയുടെ പിതൃത്വം നിഷേധിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. വളരെ തെളിവോട് പറയുന്നുണ്ട്. അച്ഛൻ്റെ പേര് എനിക്ക് ഞാൻ ഇട്ടെന്ന് പറഞ്ഞു കേട്ടത്, എന്താ പേരെന്ന് എനിക്ക് അറിയില്ല, ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ എന്ന് ഞാൻ ഫോൺ ചെയ്തപ്പോ എന്റെ ഭാര്യ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് അത് പറഞ്ഞത് എന്നെയാണ് മേഡം പറഞ്ഞത്, എന്നോടാണ് പറഞ്ഞത്. സ്റ്റിച്ചിങ് അറിയാം, അതാണ് ഇത്ര അഹങ്കാരം, വേറൊന്നല്ല. ഇല്ല മേഡം, ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഭാര്യ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. 2 പെൺകുട്ടികളല്ലേ? ആദ്യത്തെ ആളിന്റെ പേരെന്താ? ബാസിലാണ്. ബാസില്. രണ്ടാമത്തെ ആളിന്റെ പേര് അറിയണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ട്? രണ്ടാമത്തെ അറിയണ്ടെന്ന് വെച്ചല്ല, ജനിച്ചത് തന്നെ എനിക്കറിയില്ല, എന്നാ ജനിച്ചതെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. പ്രസവിച്ച് അമ്മയുടെ അച്ഛന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്, പെൺകുട്ടിയാണ്, ഇത്ര സമയത്തിന് പ്രസവിച്ച്. അതുവരെ ഇവരുടെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് നൈറ്റ് ഡ്യൂട്ടിയും പകലും മാറുന്നത് കൊണ്ട് ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ല, ഇവരുടെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അങ്ങനെ വിളിച്ചത് അച്ഛനിക്കും അമ്മയ്ക്കാണ് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ വിളിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എത്രയാ റൂം നമ്പർ, എത്രയാ കുട്ടിക്ക് വെയിറ്റ്, എത്ര സമയത്തിനാ പ്രസവിച്ചത്, എല്ലാം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സുഖപ്രസവമാണ്, അതുകൊണ്ട് 3 ദിവസത്തിന്റെ ഉള്ളിൽ ഞങ്ങൾ ഡിസ്ചാർജ് ആകും, ഡിസ്ചാർജ് ആയി എന്ന് വരെ ഇവർക്ക് വിളിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.